गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे. ഇത് കാലെഴുപത്തഞ്ചല്ല, ഇന്ത്യ ഇപ്പൊ ഒരു ജനാധിപത്യ രാജ്യം. ഇവിടെ ഏത് പാർട്ടി ചേരണം, ഏത് പ്രത്യയശാസ്ത്രം പിന്തുണയ്ക്കുന്നൊക്കെ എന്റെ ഇഷ്ടം, എന്റെ അവകാശം. ശരിയാ, ഇപ്പൊ ഒരു ജനാധിപത്യ രാജ്യം തന്നെയാ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ചണ്ടിരിപ്പോഴും ഈ ശർമാജിയുടെ ആധിപത്യ. ഇവിടുത്തെ ഭരണാധികാരി ഞാൻ തന്നെ, ഭരണഘടനയും ഞാൻ തന്നെ. Yes, I know, Mr. Sharma. You could have easily extended the road for another 25 years. പക്ഷേ നിന്നെ പോലുള്ള മരുമുന്നൊന്നും ഈ രാജ്യം തോക്കിയിടാ. പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയരുക തന്നെ ചെയ്യും. ഓഹോ, അംഗ്രീസ് മേ ബാത് കർത്തേ ഹോ. അരെ ചോട്ടോ, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതാ പറയുന്നേ. ഇവന്മാരെ പോലുള്ളവരൊന്നും സ്കൂളിൽ പറഞ്ഞു വിടരുതെന്ന്. ഡിഗ്രിയുടെ എണ്ണം കൂടും, നാക്കിന്റെ കനവും. സോമിസ്റ്റർ തപൻ കണ്ടേ, നിന്നെ ഞാനിപ്പോ വെറുതെ വിട്ടാ ആ തീയിലെടുത്തു ചാടാൻ ഒരു 100 പേര് വരും. അതുകൊണ്ട് നിനക്ക് എന്നെന്നും ഓർത്തിടാൻ ഞാനൊരു വിപ്ലവ സ്മരണ നൽകാം. ചോട്ടോ ചോദ്യം ചോദിക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ മക്കളെ പറ്റിയാലോ?
നാടാടി കണ്ടില്ലേ ഒരു പെണ്ണിന്റെ ജീവിതം എന്തെങ്കിലും മാറ്റം ഈ അടുത്ത കാലത്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അനന്തമായ സ്വാതന്ത്ര്യം പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണോ? നമുക്ക് ഒരുമിച്ച് വളർത്താം ചിറകുകൾ നീട്ടിയടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദമായ ആകാശത്തിലേക്ക്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. പലരും പല കാലങ്ങളിലായി എന്നെ ആക്രമിക്കുകയാണ്. ഒരു കൂട്ടം നാടകങ്ങളിലൂടെ, മറ്റൊരു കൂട്ടം ആയുധങ്ങളിലൂടെയുമാണ് എന്നെ ആക്രമിക്കുന്നത്. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ നിങ്ങൾക്കറിയാം. എന്നും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ഓരോ വോട്ടുകളും എനിക്ക് നൽകി ഈ ഇലക്ഷനിൽ എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സത്യത്തില് ഈ രാജ്യത്തിന് പോക്കിട്ട് എങ്ങോട്ടാ? അയാൾ അത്ര ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇത്ര പാവപ്പെട്ടവരാ അയാൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അയാളെങ്ങാനും ഈ ഇലക്ഷനിൽ വിജയിച്ച പിന്നെ ജനങ്ങളുടെ അവസ്ഥ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണ്ടേ? വേണം. ഇത് ശരിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ അനീതിക്കെതിരെ നാടകത്തിലൂടെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. മൗല, ഇതിപ്പോ ഈ നാടകം കളിക്കാനുള്ള സമയമല്ല. അനീതിക്കെതിരെയുള്ള ശബ്ദം തെരുവുകളിൽ മുങ്ങട്ടെ. നാടകം ഹല്ലാബോൾ. ജയിലിൽ പോയാ തിരിച്ചു വരൂല എന്ന് കരുതിയോടാ ഈ ശർമാജിയെ നാടൻ കളിച്ച് കളിയാക്കാൻ നോക്കുന്നോടാ പട്ടികളെ. നിങ്ങൾ അറിഞ്ഞില്ലേ? രാജ്യത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഞങ്ങൾ നോക്കിയിട്ട് ഈ അഹിംസാ പാർട്ടിയെ നിർത്താൻ നിങ്ങളെക്കാൾ യോഗ്യരായിട്ട് മറ്റാരുമില്ല. അടിക്കടി കുത്തിന് കുത്ത് മൊത്തം 300 കേസിലെ പ്രതിയല്ലേ? പ്രതിയായി ജയിലിൽ പോയ എന്താ പ്രശ്നം? ഗാന്ധിജി ജയിലിൽ പോയിട്ടില്ലേ? ജവഹർലാൽ നെഹ്റു ജയിലിൽ പോയിട്ടില്ലേ? പിന്നെ ഗുണ്ടാ ശർമ്മ മാത്രം ജയിലിൽ പോയ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്താ പറയാ സ്ഥാനാർത്ഥിയായിട്ട്? ഗുണ്ടാ ശർമ്മ കീ ജയ്, ഗുണ്ടാ ശർമ്മ കീ ജയ്, ഗുണ്ടാ ശർമ്മ കീ ജയ്. നീയൊക്കെ നാടകം കളിച്ചങ്ങളെ കളിയാക്കൂലടാ, അടിച്ചോടിക്കളല്ലാത്തിന്. കണ്ടുപിടിച്ച് കൊല്ലല്ലാതിരി.
നമ്മളിൽ ചിലരെങ്കിലും ബാക്കിയാവേണ്ടതുണ്ട്. നാളെ അനീതിക്കും അക്രമത്തിനെതിരെ കലകൊണ്ട് പ്രതിരോധം തീർക്കണം. ഇപ്പോൾ ഒരു ജനനാട്യ നാട്യ സംഘം. എടാ, നീയൊക്കെ ചാർത്തി തന്ന 300 കേസിന്റെ കൂടെ ഒരെണ്ണം കൂടി 301. നാളത്തെ പത്രത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒരൊറ്റ വരി വാർത്ത. നാടക കലാകാരൻ സപ്തറാശ്മിയെ അജ്ഞാതർ അടിച്ചു കൊന്നു. അത്രയുള്ളടാ നിന്റെ ഒക്കെ ന്യൂസ് വാല്യൂ. ഓരോ തവണ ചെരുവിലിറങ്ങി നാടകം കളിക്കുമ്പോഴും അത്തിമുടിയെ ഞങ്ങളെ കാത്തിരിക്കിട്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നാടകം കളിക്കണേ. അതുകൊണ്ട് എന്റെ ശർമ്മേ, നിങ്ങള് പേടിക്കണ്ടടാ. മോചനം കൊതിക്കുന്ന ഓരോ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ അളിയനെ നാടകം കളിക്കും. ഉറക്കം വിളിക്കും. ഇൻകുലാബ് സിന്ദാബാദ്. സഫ്തറിന്റെ തല മണ്ണിൽ കുത്തിയിട്ട് തീർന്നില്ലേ നിന്റെയൊക്കെ ഈ നാടക പേക്കുത്തി. നീയൊക്കെ നാടകം എന്നും പറഞ്ഞ് ഇനി ഈ തെരുവിൽ വന്ന ഈ അഹിംസ പാർട്ടിയുടെ അഹിംസ ഞാൻ എന്നേക്കോ അങ്ങ് മറക്കും. അഴിഞ്ഞ് തള്ളു ഞാൻ എല്ലാത്തിനും. അങ്ങനെ ഒരു കൊലക്കത്തിക്ക് മുൻപേ തോറ്റ ചരിത്രം നാടകത്തില്ല. ഞങ്ങളിൽ അവശേഷിക്കുന്നത് ഒരാളാണെങ്കിലും നീ കാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ട തെരുവ് നാടകത്തിന് സാക്ഷ്യം വന്നിട്ടുള്ളത്. ഈ 10,000 സാക്ഷി നിർത്തി ഞങ്ങൾ ഇവിടെ നാടകം കളിക്കാം. മൂർച്ചയേറിയ കടാരയ്ക്ക് മുമ്പിലാണോ നിന്റെ ഈ ചെലപ്പ്? നായ